നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ പെട്രോൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ പല പെട്രോളിനും മൈലേജ് ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ പല പെട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാവുന്ന പോലെ തന്നെ സാധാരണ പെട്രോൾ അവൈലബിൾ ആണ്, സ്പീഡ് പെട്രോൾ അവൈലബിൾ ആണ്. അതുപോലെ ഓരോ വെറൈറ്റി ആയിട്ട്, അതായത് ഒക്ടെയിൻ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, അതായത് സ്പീഡ് 95 എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പെട്രോൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് പ്രീമിയം പെട്രോൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ പെട്രോൾ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈലേജിന് ഡിഫറൻസ് വരാറുണ്ടോ? ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ടോം സി മാത്യു ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ് രാകേഷ്, ഹൈ സ്പീഡ് പെട്രോൾ അടിച്ചപ്പോൾ മൈലേജ് കൂടുതൽ കാണിച്ചു, നോർമൽ പെട്രോൾ അടിച്ചപ്പോൾ വീണ്ടും കുറവ് കാണിച്ചു. 2021 ബ്രസയാണ്. ഈ രണ്ട് പെട്രോൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഷുവറായിട്ട് അതിൽ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും ഒക്ടെയിൻ വാല്യൂ ആണ് ഈ ഒരു രണ്ട് പെട്രോളിനും തമ്മിൽ കുറച്ചൊരു മാറ്റം വരുത്തുന്നതിൻ്റെ കാര്യം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒക്ടെയിൻ വാല്യൂ കൂടി കഴിയുമ്പോഴത്തേക്കും പെട്രോൾ കത്താനുള്ളൊരു ടെൻഡൻസി കുറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും തോന്നും, കൂടിയ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കത്താൻ പാടാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും വില കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഈ നോക്കിംഗ് ഒക്കെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ വാഹനത്തിൽ നോക്കിംഗ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നോക്ക് വരുന്നതിനനുസരിച്ച് നോക്ക് സെൻസർ, ഈ നോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഴയ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി പേർക്ക് അറിയായിരിക്കും. കാർബറേറ്റർ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിൽ കയറേണ്ട ഒരു കയറ്റം തേർഡ് ഗിയറിൽ ഇട്ടിട്ട് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്തോ ഒരു പൊട്ടൽ പോലത്തെ, അല്ലെങ്കിൽ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ടിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒച്ച നമുക്ക് ശരിക്കും കേൾക്കാൻ സാധിക്കും. അതിനെയാണ് നോക്കിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു നോക്കിംഗ് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ച് എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ റേഷ്യോ കൂട്ടിയും കുറച്ചും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് MBFI വന്നത്. അപ്പോൾ MBFI ചെയ്യുന്ന എന്താ, ECM ഇത് സെൻസ് ചെയ്യും. നോക്സ് സെൻസറിൽ നിന്ന് നോക്സ് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്യൂലും എയറും തമ്മിലുള്ള, അത് എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ ആവശ്യമായിട്ടുള്ള എയറൊക്കെ കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം പെട്രോളിൻ്റെ കാര്യമാണ്. അതായത് 95 അല്ലെങ്കിൽ 100 വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഒക്ടെയിൻ വാല്യൂ ഉള്ളത്. അപ്പം 95 ഒക്കെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. പക്ഷേ ആ റേറ്റ് കൂടുതൽ കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഹീറ്റ് ആവുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രീ ഇഗ്നീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കംപ്രഷൻ സ്ട്രോക്കിൽ, അതായത് കംപ്രസ്സായി മേലോട്ട് വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബേൺ ആയി പോകുന്നത്. അതിനാണ് പ്രീ ഇഗ്നീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രീ ഇഗ്നൈറ്റ് ആകുകയാണെന്നുണ്ടെങ്കിലാണ് ശരിക്കും ഒരു പവർ ലോസ്, അല്ലെങ്കിൽ എഞ്ചിനാണെങ്കിൽ ഒരു ലോഡ് കൂടുതൽ വരുന്നതിൻ്റെ കാര്യം. അതേ സ്ഥാനത്ത് ഒക്ടെയിൻ വാല്യൂ കൂടുതലുള്ളൊരു ഫ്യൂവലാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള കംപ്രഷൻ റേഷ്യോ കിട്ടും. അതായത് അത്രത്തോളം എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിനെ അതുപോലെ കംപ്രസ് ചെയ്തിട്ട് സ്പാർക്ക് കൊടുക്കുമ്പോൾ മാത്രം അവിടെ നടക്കത്തുള്ളൂ. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു എക്സോസ്റ്റ് വരും, പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ഫ്യൂവൽ വേണ്ടി വരത്തുള്ളൂ, പ്രോപ്പറായിട്ടുള്ള രീതിക്ക് വാഹനത്തിൻ്റെ മൈലേജും പവറും ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് എക്സ്ട്രാ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം പെട്രോൾസ് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. പക്ഷേ അത് ശരിക്കും പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് പലരും അതിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു മടി കാണിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഒരിക്കൽ സാധാരണ പെട്രോൾ അടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രീമിയം അടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ പെട്രോൾ അടിച്ചു, ഇങ്ങനെ ഒരു കാരണവശാലും പോരുത്. നിങ്ങൾ പ്രീമിയം സെഗ്മെൻറ്റ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ പ്രീമിയം തന്നെ യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ വാഹനത്തിലുള്ള നിങ്ങളിനി ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഫുൾ ഏകദേശം ഒരു empty പൊസിഷനിലോട്ട് കൊണ്ടുവരാം. ഫുള്ള് തീർക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം പമ്പ് വരെ ഓടണമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും, അതായത് ഫ്യൂൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 35 കിലോമീറ്റർ ഓടിയതിന് ശേഷം നേരെ കൊണ്ടുപോയി ഒരു ഫുൾ ടാങ്ക് പ്രീമിയം പെട്രോൾ തന്നെ അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നതായിരിക്കും. കാരണം ചെയ്ത ആൾക്കാർക്ക് എല്ലാം ഈ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇന്നവരുണ്ടായിട്ടില്ല. കാരണം പ്രീമിയം പെട്രോൾ അടിച്ചു, ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ പ്രീമിയം പെട്രോൾ അടിച്ചിട്ട് എനിക്ക് നല്ല മൈലേജ് കിട്ടും. പിന്നെ പ്രൈസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും.